ജോർജ് ഇന്ന് ഭാരതീയ ജനതാ പാർട്ടിയുടെ കേരളത്തിലെ പ്രധാനപ്പെട്ട നേതാക്കളിൽ ഒരാളാണ്. ജോർജ് പറയുന്ന വർഗീയത എന്ന് ജോർജ് ഒറ്റയ്ക്കിരുന്ന് പറയുന്ന വർഗീയതയാണല്ല. അന്ന് ഈ അനന്തപുരിയിലെ ഹിന്ദു മഹാപരിഷത്തിൽ സംസാരിച്ച് അറസ്റ്റിലായി തിരിച്ചു വന്ന ജോർജിനെ കാണാൻ ഒരു മതപുരോഹിതൻ അദ്ദേഹത്തിന്റെ വീട്ടിലെത്തി അദ്ദേഹത്തെ സന്ദർശിച്ചു. പുറത്തിറങ്ങി വന്നപ്പോൾ അദ്ദേഹത്തിന് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് BJP-ക്കാർ പോലീസ് വാഹനം തടഞ്ഞു. നമ്മൾ കണ്ടതല്ലേ. ജോർജ് ഒറ്റയ്ക്കൊരാളല്ല. ജോർജ് ഒരു വലിയ പൊളിറ്റിക്കൽ പ്രോജക്റ്റിൻ്റെ പ്രചാരകനാണ് എന്നത് ഈ സർക്കാർ മനസ്സിലാക്കണം. ജോർജ് പറയുന്ന ഈ വർഗീയ വിദ്വേഷം ഏറ്റെടുക്കാൻ വലിയ തോതിൽ ഒരു കമ്മ്യൂണിറ്റി രൂപപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എന്നത് ഈ സർക്കാർ മനസ്സിലാക്കണം. ഹണി റോസിന്റെ പരാതിയിൽ ബോബി ചെമ്മണ്ണൂർ എന്ന് പറഞ്ഞ വലിയ വ്യവസായിയെ പിടിച്ചകത്തിടുന്നു. സർക്കാർ പറഞ്ഞതാണ്, ഇനി സ്ത്രീകളെ അപമാനിക്കാൻ ഒരുത്തന് നാവ് പൊന്തരുത് എന്ന കണിശമായ സന്ദേശമാണ് ഇതിന് പിന്നിൽ. മറ്റേ കാര്യത്തിൽ സന്ദേശം കൊടുക്കണ്ടേ? മറ്റേലും കൊടുക്കുന്ന സന്ദേശം. ഇനി ഈ വൃത്തികെട്ട വർഗീയത പറയാൻ ഒരു PC ജോർജിന് നാവ് പൊന്തരുത്. PC ജോർജ് പറയുന്നത് കേട്ട് വൃത്തിയോട് പറയാൻ ഈ കാസ പോലെയുള്ള മതതീവ്രവാദ സംഘടനകളോ അല്ലെ PC ജോർജ് പറയുന്ന തെറ്റായ വ്യാജമായ ഹേറ്റ് പ്രചരിപ്പിക്കാൻ ഏതെങ്കിലും മത നേതാവോ ഇനി നാപ്പു പൊന്തരുത്.